കരിദിനം ഞങ്ങൾ ഇന്ന് കരിദിനം ആചരിക്കുന്നത് തന്നെ അതിന്റെ ഒരു പ്രകടനമാണ്. അത് ജില്ലാ തലങ്ങളില് പ്രകടനമുണ്ട്, പൊതുയോഗമുണ്ട്, നിയോജകമണ്ഡല തലങ്ങളിലുണ്ട്. വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ കരിദിനാചരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കും. അതിനെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതലായിട്ട് മെച്ചപ്പെടും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം അവിടെ പുതിയ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ KPCC അധ്യക്ഷനായി കഴിഞ്ഞിട്ട് 2-3 വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നു, UDF കൺവീനർ വന്നു. പുതിയ പദവിയിൽ ആദ്യ വാർത്താ സമ്മേളനത്തിന് എല്ലാവരുടെ അഭിവാദ്യങ്ങളും ആശംസകൾ നേരുന്നു. പുതിയ പഴയ KPCC പ്രസിഡന്റ് ഇറങ്ങി പോയതുപോലത്തെ മാന്യമായി തന്നെ അങ്ങേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയട്ടെ എന്നുള്ള ആശംസ കൂടിയാണ്. പിന്നെ ഇത് സ്വാഭാവിക ടീമാണല്ലോ. പലതരത്തിലെ വാർത്തകൾ വരുന്നുണ്ട്. ഈ സംഘടന പുനഃസംഘടന പൂർണ്ണമായി പുതിയ KPCC ജനറൽ സെക്രട്ടറിമാരെ ADCC അധ്യക്ഷന്മാരെ മാറ്റി പുനഃസംഘടിപ്പിക്കും. ഇതിന്റെ ചർച്ചകൾ ആരംഭിച്ചോ? ഏത് നേതാക്കളാണ് ചുമതല പ്രതീക്ഷിച്ചിട്ടുള്ളത്? ആരംഭിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ദേശാഭിമാനിന്ന് ഒരു ആശംസ കിട്ടുന്നത് പുതിയ ടീമും പഴയ ടീമും ഉള്ള ഒരു ടീമാണോ? പുതിയ ടീമും പഴയ ടീമും കൂടിയുള്ള ഒരു ടീമായിട്ടോ? അങ്ങനെ ടീമില്ല, കോൺഗ്രസ് ടീം അല്ല. കാരണം വെച്ചാൽ സാധാരണ ഈ പുനഃസംഘടന എന്ന് പറയുമ്പോൾ നേതൃമാറ്റം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞ ചെറുതായിട്ട് ഇന്റേണൽ മാറ്ററാണ്. മുഖ്യമന്ത്രി മാറിയ മന്ത്രിമാരില്ല, പക്ഷെ അങ്ങനെ മാറ്റിയില്ല. എന്നാൽ ആവശ്യമായ മാറ്റങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടി. പിന്നെ ഇതിനെ ആരംഭിക്കാൻ ഇതിപ്പോ കണ്ടില്ലേ? എന്റെ 2 സൈഡിലിരിക്കുന്നത് കരുത്തിന്റെ നേതൃത്വമാണ്. ടീം വർക്കിൽ ഞങ്ങൾ ഒരു പേടിയില്ല. കാലത്തും മുല്ലപ്പള്ളിയുടെ കാലത്തും ഒക്കെ പുറത്തു നിൽക്കുന്ന ഇപ്പോഴും പദവിയില്ലാതെ കോൺഗ്രസിലെ അതിശക്തമായ നേതൃനിരയുടെ പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസിന്. പ്രത്യേകിച്ച് ASUവിന്റെ ആരംഭകാലം മുതൽ കലാലയങ്ങളിൽ പഠിച്ച് രാഷ്ട്രീയ താല്പര്യമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന അതിശക്തമായ ഒരു നേതൃനിര കേരളത്തിലെ എല്ലാ തലങ്ങളിലുണ്ട്. അവരെ എല്ലാവരെയും പാർട്ടിക്കകത്ത് വിവിധ തലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയും ഉൾക്കൊണ്ടും പ്രോത്സാഹിപ്പിച്ചും പ്രൊമോട്ട് ചെയ്തും ഞങ്ങൾ മുന്നോട്ട്